ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ വേറെ ഒന്നുമല്ല, നമ്മൾ ഇലക്ട്രിക് സ്കൂട്ടർ ഉപയോഗിക്കുന്നവരെല്ലാം ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളാണ്. ഇപ്പോൾ ഈ മഴ പെയ്ത് തോന്നുന്ന സമയത്ത് ശരിക്കും കംപ്ലയിൻറ്റ് നമുക്ക് വരുന്നുണ്ട്. അപ്പം മെയിനായിട്ട് കോമൺ ആയിട്ട് വരുന്ന കംപ്ലയിൻറ്റ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഈ മഴ പെയ്യുന്ന സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നം പറഞ്ഞാൽ ഈ ബെയറിങ്സിനും കീ സെറ്റിനൊക്കെയാണ് കൂടുതൽ ഇഷ്യൂ വന്നിട്ടുള്ളത്. നമുക്ക് ഈ മഴ സമയത്ത് ഇതിൻ്റെ ഫ്രണ്ട് വീലിൻ്റെ ബെയറിങ്ങിൻ്റെ അകത്ത് വെള്ളം കയറി ബെയറിങ് ഡാമേജ് ആകും. പക്ഷേ ഇത് കസ്റ്റമർ അറിയാതായിട്ട് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ വീല് കംപ്ലയിൻ്റ് ആയിട്ട് ഇപ്പോൾ ഒരു 5-10 വണ്ടി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ചാർജിങ് പോർട്ട്, ഈ ക്യാപ്പ് പോയിട്ടുള്ള കുറേ വണ്ടികളുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് വെള്ളം കെട്ടി നിന്ന് ഷോർട്ടായി 1-2 വണ്ടി ചെറിയ ഫയറിങ് ഇഷ്യൂ ആയിട്ട് വന്നിട്ടുണ്ട്. മാക്സിമം ഈ ചാർജിങ് പോർട്ട് ക്യാപ്പുള്ളത് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ വേറൊരു കംപ്ലയിൻ്റാണ് ഡിസ്ക് പാഡ് തീർന്നിട്ട് ഇവർ മഴ സമയത്ത് ഈ വെള്ളം കയറി സൗണ്ട് എന്ന് പറഞ്ഞാൽ ആരും നോക്കത്തില്ല. ഡിസ്ക് പാഡ് പോകുന്നതാണ്, അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. പിന്നെ കീ സെറ്റ് ഇത് ഓപ്പൺ ആയിട്ടിരിക്കുക. അപ്പോൾ ഈ ഓപ്പൺ ആയിരിക്കുന്ന സമയത്ത് ഇതിൻ്റെ അകത്ത് വെള്ളം കയറി കീ സെറ്റ് ഡാമേജ് ആവാറുണ്ട്. ഇപ്പോൾ ഒരു 7-8 കേസിൽ കൂടുതൽ അങ്ങനെ വന്നിട്ടുണ്ട്. അത് ഈ ഹോളിൽ കൂടെ വെള്ളം അകത്ത് കയറണം. അപ്പോൾ മാക്സിമം എല്ലാവരും ഈ ലോക്ക് ഇട്ട് വെച്ചിട്ട് പോവാം. മഴ സമയത്ത് ഇത് ലോക്ക് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ വെള്ളം കയറത്തില്ല. അപ്പോൾ മാക്സിമം എല്ലാവരും ശ്രദ്ധിക്കുക. ഇനി 1-2 കാര്യങ്ങളുണ്ട്, അത് നമ്മളെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഒരു കംപ്ലീറ്റ് വീഡിയോ ആയിട്ട്. അപ്പോൾ നമ്മൾ മാക്സിമം എല്ലാവരും നമ്മുടെ യൂട്യൂബ് ചാനലിൽ കയറി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ കിട്ടിയാൽ ലിങ്ക് താഴെ കൊടുത്തേക്കാം. അപ്പോൾ ഇലക്ട്രിക് സ്കൂട്ടർ എല്ലാവരും ശ്രദ്ധിക്കുക. ഒല ചെയ്തിട്ടുള്ളവരായിരുന്നാലും അതിൽ ബെൽറ്റിലൊക്കെ വെള്ളം കയറുന്നുണ്ട്. ബെൽറ്റിലും പലയിടത്തും വെള്ളം കയറി കംപ്ലയിൻറ്റ് വരുന്നുണ്ട്. മെയിനായിട്ട് ഈ ഹബ്ബ് മോട്ടറുള്ള വണ്ടിയൊക്കെ പ്രശ്നം വരുന്നത് ബാക്ക് വീൽ ബെയറിംഗ് പോയിട്ടും വരുന്നുണ്ട്. അപ്പോൾ മാക്സിമം എല്ലാവരും ശ്രദ്ധിക്കുക. താങ്ക് യു.